നമസ്കാരം. 2008 യമഹ തങ്ങളുടെ കുഞ്ഞൻ സ്പോർട്സ് ബൈക്കായിട്ടുള്ള YZF-R15 പുറത്തിറങ്ങുന്നത്. ഒരു സൂപ്പർ ബൈക്കിൻ്റെ രൂപഭാവങ്ങളുള്ള ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ യുവാക്കളുടെ ഹരമായി മാറി. അപ്പോൾ മറ്റു പല വണ്ടികൾക്കും സൂപ്പർ ബൈക്കിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ഒരു വണ്ടിക്ക് ആ ഒരു DNA കൂടി ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞൻ ബൈക്കാണ്, പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ആ പെർഫോമൻസിലൊക്കെ ശരിക്കും മികവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ നിരത്തിലിറങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് V2 എന്നും V3 എന്നും പല വെർഷൻസ് ഇറങ്ങി. അത് മാത്രമല്ല, ഇനീഷ്യലായിട്ട് വന്ന R15 രൂപമുള്ള ഒരു S മോഡൽ കൂടി 2015 യമഹ പുറത്തിറങ്ങി. അതായത് പിൻസീറ്റ് യാത്ര കൂടി ഒന്ന് സുഖമാക്കാനായിട്ട് വേണ്ടിയിട്ട്. ഇതിപ്പോൾ V4 ആണ്, അതായത് R15 V4 വേർഷനാണ്, 2021 മോഡൽ. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വണ്ടി വിശദമായി തന്നെ പരിചയപ്പെടാം. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ മുതൽക്ക് ക്വിക്ക് ഷിഫ്റ്റർ വരെ എല്ലാ ഫീച്ചേഴ്സും ഒരു കുഞ്ഞു വണ്ടി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സ്വാഗതം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. ഈ യമഹ R15 വേർഷൻ 4 കുറിച്ച് പറയുമ്പോൾ പ്രകടമായ മാറ്റങ്ങളെന്ന് പറയുന്നത് ഈ ഹെഡ് ലാമ്പാണ്. ഈ ഹെഡ് ലാമ്പും ആ ഒരു LED DR അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പൈലറ്റ് ലാമ്പ് എന്ന് പറയുന്ന ലാമ്പും കൂടാതെ കുറച്ചുകൂടി വലുപ്പം തോന്നിക്കുന്നത് ഫേഷ്യമാണ് പ്രകടമായ വ്യത്യാസം. ഈ ഒരു ഫെൻഡർ തന്നെയാണ് ആ ഒരു മിറേഴ്സ് ഉള്ളത്. കൂടാതെ ആ ഒരു വൈസർ കണ്ടില്ലേ, ഈ വൈസറും മാറിയിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ആ ഒരു ഗോൾഡൻ കളറുള്ള ആ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് കാണാം. വലിയ ഡിസ്ക് ബ്രേക്കാണ്, വൈബറിൻ്റെ ബ്രേക്കാണ്. ഈ ടയർ സൈസ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ആ ഒരു റിമ്മിൻ്റെ കളറൊക്കെ തന്നെ ബ്ലൂ ആണ്. ഞാൻ കുറച്ചൊരു ചെറിയ ഓഫ് റോഡാണ് ഈ ഒരു റോഡിലേക്ക് വന്നത്, അതുകൊണ്ട് ഇത്തിരി ചളിയുണ്ട്, അതൊന്ന് മൈൻഡ് ചെയ്യാണ്ടിരിക്കാം. ഇത് ലിക്വിഡ് കൂളാണ്, റേഡിയേറ്റർ കാണാം. ഇനി വേർഷൻ 4.0 എന്നുള്ള ആ ഒരു സ്റ്റിക്കർ കാണാം, R15 എന്നുള്ള സ്റ്റിക്കർ കാണാം. ഈ ബ്ലൂ കളറിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഗ്രാഫിക്സാണ്. ഇനി പ്രകടമായ ഒരു മാറ്റം എന്ന് പറയുന്നത് ടാങ്കിനാണ്. വലിപ്പമുണ്ട് ടാങ്കിന്. ഈ ഒരു ടാങ്കിൻ്റെ വലിപ്പം കണ്ട് ഒരു വലിയ ടാങ്കാണെന്ന് കരുതണ്ട. 11 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. യമഹയുടെ ലോഗോ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ യമഹ മോട്ടോർ സൈക്കിൾ കണക്റ്റിൻ്റെ ആ ഒരു സിമ്പിൾ കൂടി ഉണ്ട്. അത് സീറ്റിനടിയിലൊരു QR കോഡ് സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി താഴെയായിട്ട് ആ എഞ്ചിൻ്റെ രൂപം വിശദമായി തന്നെ കാണാം. റേസിംഗ് DNA അല്ലെങ്കിൽ ആ ഒരു ഡെൽറ്റ ഫ്രെയിമിൻ്റെ ഒരു കാര്യമൊക്കെ R15 മറ്റു വണ്ടികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, ഓടിച്ചിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ V4 വന്നപ്പോൾ നല്ല സ്മൂത്താണ് കാര്യങ്ങളൊക്കെ. വണ്ടിയോട് കുറച്ച് കൂടുതൽ പറയാം. ഈ ഒരു അലുമിനിയം ഫുഡ് പാക്സും ഈ ഒരു ബ്രേക്ക് പെഡലും കണ്ടില്ലേ. ഇനി സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ V3 V2 ഇരുന്ന പോലെ ഉയർത്തിരിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിൻ സീറ്റ് എന്നൂടി പറയാം. ഈ ഒരു വണ്ടിയുടെ രൂപം കണക്കിലെടുക്കണം. ഈ ഒരു വണ്ടിക്ക് ഉതകുന്നൊരു സീറ്റ് തന്നെയാണത്. ഇനി ആ പിന്നിലെ 2 റിഫ്ലക്ടറും ആ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കാണാം. അപ്പോൾ കാലികമായ മാറ്റങ്ങളുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും LED അല്ല, സാധാ ഇൻഡിക്കേറ്റേഴ്സാണ്. ആ ഒരു വീലിൻ്റെ ഹഗ്ഗർ കണ്ടില്ലേ. അപ്പോൾ വലിയ വീലാണ്. വലിയ വീൽ എന്ന് പറയുമ്പോൾ 140 ഈ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 140, 70, 617 ആ ഒരു റിമ്മിൻ്റെ സൈസും ആ ഒരു ഡിസ്ക് ബ്രേക്കും കണ്ടില്ലേ. ആ റിമ്മിന് കൊടുത്തുള്ള കളർ ഒരു വണ്ടിക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് അല്ല എന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യമാണ്. ഇനി പിന്നിലെ ഒരു ടെയിൽ ലാമ്പ് LED ആണ്. ഈ ടെയിൽ ലാമ്പ് ഡിസൈനും മനോഹരമാണ് കാണാം. ഇനി പിൻസീറ്റിൻ്റെ മുകളിൽ ഈ ഒരു ബെൽറ്റ് കാണാം. ഗ്രാബ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഇതൊരു സ്ലിംസിയാണ്. ഇത് പിടിച്ചാൽ പൊട്ടുന്നുള്ള ഫീലുണ്ട്. VVA അതായത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ്റെ ആ ഒരു സ്റ്റിക്കർ കൂടി കാണാം. ഇനി വലിയൊരു വീലാണെന്ന് ഞാൻ അപ്പുറത്ത് പറഞ്ഞു. അപ്പോൾ മോണോ ഷോക്ക് കൂടിയാണ് R15. അത് മുൻപ് തന്നെ അങ്ങനെ തന്നെയാണ്, നല്ലൊന്നുകൂടി പറഞ്ഞെന്നുള്ളൂ. ഇനി സീറ്റിനിടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സീറ്റ് തുറക്കുന്നത് ഈ ഒരു കീ ഹോൾട്ട് പിടിച്ചങ്ങ് വലിച്ച് തുറന്നെടുക്കാം. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഒരു ചെറിയ ഈ ബുക്കും പേപ്പറൊക്കെ ഇട്ടേക്കുള്ള പൗച്ച് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ അടിയിലായിട്ടില്ല. കൂടാതെ കാര്യമായ സ്റ്റോറേജ് സ്പേസൊന്നും സീറ്റിനടിയിലില്ല.
ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കൂടാതെ ആ ഒരു മഡ് ഗാർഡിൻ്റെ കളർ കേട്ടോ, അത് വേറൊരു കളർ കേട്ടോ, അത് ശരിക്കും ബോഡി കളറല്ല, അതൊരു കൗതുകമായിട്ട് പറയാം. കൂടാതെ ഈ ഒരു LED പൈലറ്റ് ലാമ്പ് ഒടിയാറല്ലോ, ഈ ലാമ്പിന് കൊടുത്തുള്ള ആ ഒരു ലൈനും മനോഹരമാണ്. ഒരു കുഞ്ഞ് പ്രൊജക്ടറാണ്, പക്ഷേ നല്ല വെളിച്ചമുള്ള കിടിലൻ ലൈറ്റാണത്. ഇതാണ് ക്വിക്ക് ഷിഫ്റ്റർ. ഓടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പറയാം. ഇനി വീൽ ഹഗ്ഗറിന് പുറമെ ഈ ഒരു 2 ഇൻസൈഡ് കണ്ടില്ലേ, ഇതും ചളി മുകളിലേക്ക് അടിക്കാറിയാനാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ ഡീറ്റെയിൽ ആണ്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ടർ, ഇപ്പോൾ നമ്മുടെ പല വണ്ടികൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ടാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ടർ റൺ ചെയ്യില്ല. പക്ഷേ R15 സെൽഫ് സ്റ്റാർട്ടർ വർക്കിംഗ് ആണെങ്കിൽ കൂടി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ക്രാങ്ക് ആവുന്ന സൗണ്ട് വരുന്നുണ്ട്. അതൊരിത്തിരി എന്താ പറയുക, ഒരിത്തിരി കുറവായിട്ട് തോന്നി. കാരണം ഇന്ത്യയിൽ കിട്ടുന്ന 150cc ബൈക്കുകളിൽ ഏറ്റവും ഫൈൻ ബൈക്കായിട്ടുള്ള R15 ചെറിയ ചെറിയ പോരായ്മകളൊന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്ററുള്ള, ABS ഉള്ള, ട്രാക്ഷൻ കൺട്രോളുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് R15 ശരിക്കും സേഫ്റ്റിയുടെ കാര്യത്തിൽ കൂടി ഒരു മുൻഗണനയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 150cc വണ്ടി നോക്കുകയാണെങ്കിൽ, ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സൂപ്പർ ബൈക്കിൻ്റെ ലുക്കുള്ള സ്പോർട്സ് ബൈക്കാണ് വേണ്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി നല്ലൊരു ചോയ്സാണ് ഇപ്പോഴും. അപ്പോൾ വണ്ടി ഓടിക്കേണ്ടതുണ്ട് റോട്ടിലെടുത്തിട്ട് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ പറയാം. ഇപ്പോൾ ഈ ഒരു മീറ്റർ കൺസോളിൽ, ഈ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഈ ക്ലസ്റ്ററിൽ ട്രാക്ക് മോഡ്, സ്ട്രീറ്റ് മോഡ്, 2 മോഡുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്ട്രീറ്റ് മോഡിന് വിഭിന്നമായിട്ട് ട്രാക്ക് മോഡിൽ 6000-ലാണ് RPM സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 6000 വരെയുള്ള RPM കാണിക്കില്ല എന്നേ ഉള്ളൂ. കൂടാതെ ഡിജിറ്റലാണത്, ക്ലോക്ക് കാണാം, ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന മൊബൈൽ ആപ്പ് വെച്ചാണ്. ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. കൂടാതെ ലാപ്പ് ടൈമർ, ഫ്യൂവൽ എഫിഷ്യൻസി ഫിഗേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ എന്നാൽ മികവുറ്റ ഒരു മീറ്റർ കൺസോൾ എന്ന് ഈ ഒരു കൺസോളിൽ പറയാം. നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. ഈ സ്വിച്ചുകളിലെ പാസിൻ്റെ ഒരു സ്വിച്ചും, കൂടാതെ റൈറ്റ് സൈഡിൽ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും, കൂടാതെ താഴെ കൊടുത്തുള്ള ആ ഒരു മോഡ് മാറ്റാനുള്ള സ്വിച്ചും, ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും കാണാം. നമ്മൾ Yamaha R15 വേർഷൻ 4 ഓടിക്കണം. അതായത് നേരെ ഹൈവേയിലേക്ക് എടുത്ത് അങ്ങ് ഓടിച്ചു തുടങ്ങണം. ഇത് ശരിക്കും ഒരു ഹാബിറ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഹൈവേ ആണ്. അപ്പോൾ സിറ്റി റൈഡിൽ നമുക്ക് ഒരിത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാവും, ആ ഒരു റൈഡിങ് പോസ്റ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ഹൈവേ കയറി കഴിഞ്ഞാൽ തികച്ചും ഒരു എന്താ പറയുക, ഒരു ഫൺ മെഷീൻ എന്നൊക്കെ R15 പറയുമ്പോൾ 155cc ഉള്ളൂ എന്നുള്ള ഒരു പവറിൻ്റെ കാര്യം പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഇപ്പോൾ ദർ ഈസ് നോ റിപ്ലേസ്മെൻറ്റ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയില്ലേ, ആ ഒരു കാര്യം തിരുത്തിക്കളഞ്ഞ ഒരു വണ്ടിയാണ് ഈ ഒരു R15 ഒക്കെ അതിശയോക്തിയോടുകൂടി പറയാം. അതായത് ഇപ്പോൾ ചെറിയ എഞ്ചിനിൽ നിന്ന് കൂടുതൽ പവറുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലോ ഓരോ വാഹന നിർമ്മാതാക്കളും. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മാതൃക അല്ലെങ്കിൽ ആ ഒരു മാർഗ്ഗം ആദ്യം സ്വീകരിച്ച വണ്ടികളിലൊന്നൊക്കെ R15 പറയാം. അതായത് പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുമ്പോൾ 20 bhp താഴെയാണ് എൻ്റെ പവർ എന്ന് പറയുന്നത്. എന്നാലും കൈ കൊടുത്താൽ വലിച്ചേറി പോകുന്നൊരു ഫീലും, കൂടാതെ ലീഗൽ സ്പീഡിലൊക്കെ വളരെ പെട്ടെന്ന് എത്തി വേണമെങ്കിലൊക്കെ ഒന്ന് കുന്നളിപ്പിച്ച് ഓടിച്ച് പോകാമെന്നുള്ള ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്നൊരു വണ്ടിയായിട്ട് ഒരു R15 കാണാം. ട്രാക്ക് മെഷീൻ എന്നൊക്കെ വിളിച്ചാലും ഒരിത്തിരി ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സ്മൂത്താണ് കാര്യങ്ങളൊക്കെ. ഈ VVA കൂടി ഉള്ളതുകൊണ്ട് ശരിക്കും വൈഡ് ഓപ്പൺ റോഡിൽ വണ്ടി അങ്ങ് പാഞ്ഞു കയറി പോകും. ഇപ്പോൾ ലോയൻ്റെ ഒരു ഇത്തിരി കുറവാണെന്ന് തോന്നിയാലും മിഡ് റേഞ്ചാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും മികവുള്ള ഒരു കാര്യം എന്ന് പറയാം. പറന്ന് കയറി പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീൽ തന്നെയാണ് R15 മറ്റുള്ള ഈ ഒരു കോലത്തുള്ള ബൈക്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത്. ഇപ്പോൾ നല്ല റൈഡിങ് പോസ്റ്ററാണ്, അതായത് അഗ്രസീവായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു റൈഡിങ് പോസ്റ്ററാണ്. ആ ഒരു വിൻഷീൽഡ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുക, എയറോഡൈനാമിക് ഫീലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് വലിച്ചു കുത്തി കയറി പോകാന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ സ്ലിപ്പർ ക്ലച്ച്, കൂടാതെ ക്വിക്ക് ഷിഫ്റ്റർ, VVA, അതുമാത്രമല്ല ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസൊക്കെ ചില മോഡലുകൾക്ക് മാത്രം ലിമിറ്റഡാണ്. ഇപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പാഞ്ഞു കയറി പോകുന്നൊരു സമയത്ത് ക്ലച്ചിൻ്റെ സഹായമില്ലാതെ ത്രോട്ടിൽ വിടാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ഈ ഒരു 155cc അത് അത്ര ആവശ്യമാണെന്നൊക്കെ തോന്നും. എന്നാലും ഒരു നല്ല എയ്ഡ് എന്ന നിലയ്ക്ക് നമുക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാം. കൂടാതെ ഈ ഒരു സ്ലിപ്പർ ക്ലച്ച് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ ശരിക്കും സഹായകമാണെന്ന് പറയാം. VVA എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വേരിയബിൾ വാൽവ് ആക്ച്വേറ്ററാണ് നമ്മൾ ഹോണ്ടയുടെ ആ ഒരു VTECനെ പോലെ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ വൈഡ് ഓപ്പൺ റോഡിൽ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നൊരു വണ്ടി എന്നോട് പറയാം. ഇപ്പോൾ മിഡ് റേഞ്ച് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ ഒരു പെർഫോമൻസ് കാണിക്കുന്ന ഒരു കാര്യം, അതായത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു R15 വേർഷൻ 4 എന്ന് പറയുന്നത് BS6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ ഇപ്പോൾ പഴയ വേർഷനൊന്നും കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. 18.4 PS, അതായത് 10,000 RPM, കൂടാതെ 14.2 Nm 7500 RPM, അതാണ് പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേപ്പർ കാണുന്ന പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുക. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടി എന്നൊരു ഫീൽ ശരിക്കും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മിഡ് റേഞ്ചിൽ നിന്ന് മുകളിൽ അങ്ങോട്ട് മുകളിലോട്ട്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ക്യൂബ് ഷിഫ്റ്റർ ഉണ്ട്. 6 സ്പീഡാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബ് ഷിഫ്റ്ററും ഈ 6 സ്പീഡ് ഗിയർ ബോക്സും കൂടി ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഫൺ ഫാക്ടർ ഉണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്.
ഇനി പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കുകളെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ്. ഇത് ഡ്യുവൽ ചാനൽ ABS കൂടിയാണ്, അതായത് സിംഗിൾ ചാനലല്ല. കൂടാതെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അത് ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ഇപ്പോൾ കാർബറേറ്റർ വണ്ടികളില്ലല്ലോ. അപ്പോൾ LED ഹെഡ് ലാമ്പും LED ടൈൽ ലാമ്പൊക്കെ തന്നെ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിരുന്നു. ഞാൻ ആ ഒരു വണ്ടിയുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറേ പറഞ്ഞു സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് അന്ന് വന്ന, അതായത് പണ്ട് 2008 ഇറങ്ങിയ വണ്ടിക്ക് ആ ഒരു വണ്ടിയുടെ അപ്ഗ്രേഡ് എന്ന നിലയ്ക്ക് മികച്ചൊരു വണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് R15 ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓടിക്കുമ്പോൾ ശരിക്കും ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മികവാണ്. ആ ഒരു മികവ് തന്നെയാണ് R15 മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. നമ്മളിരിക്കുന്ന റൈഡിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സിറ്റി റൈഡിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളാകുന്ന ഒരു പൊസിഷനാണെങ്കിൽ കൂടി ഇപ്പോൾ ഹൈവേയിൽ കുതിച്ച് കയറി പാഞ്ഞു പോകാൻ ശരിക്കും ഉതകുന്നൊരു റൈഡിംഗ് പോസ്റ്റാണ്. കണ്ണാടിക്ക് ഒത്തിരി ഒരു കാഴ്ച കുറവുണ്ട് പിൻഭാഗത്തേക്ക്, കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് കൂടി ഉണ്ട് എന്നുള്ളതൊരു ഒത്തിരി ബുദ്ധിമുട്ടായി തോന്നി ചില സമയത്തൊക്കെ. പക്ഷേ ബാക്കിയൊന്നുമില്ല. അപ്പോൾ കുറ്റമായിട്ട് പറയാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് പറയാനായിട്ട് ഇപ്പോൾ ആ ഒരു സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സെൽഫ് സ്റ്റാർട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതൊരു ഡിസൈൻ ഫ്ലോ ആണ് തോന്നി. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഫെയറിംഗ് ആണെങ്കിലും ഒറ്റ പീസ് ഫെയറിംഗ് ആയതുകൊണ്ട് തന്നെ റാറ്റ്ലിംഗ് ഒന്നും ഇല്ല. അപ്പോൾ സ്മൂത്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. കൂടാതെ വെൽ റിഫൈൻഡും നല്ല സൈലൻറ്റുമാണ് V4 എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അലുമിനിയം ഫുഡ് പേക്കുകളുണ്ട്. കൂടാതെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും, പറയേണ്ട കാര്യമല്ല. കാരണം R15 വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ നല്ലൊരു ഫീലൊക്കെ തരുന്നുണ്ട്. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് പെയിനൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ട് നല്ല വണ്ടി എന്ന നിലയ്ക്ക് R15 കാണാം. ഇപ്പോൾ സ്ട്രീറ്റ് ബൈക്കുകളിൽ ഞാൻ പറയട്ടെ ഒരു സൂപ്പർ ബൈക്കുകളുടെ രൂപം കൊണ്ടുവന്ന ഒരു വണ്ടി എന്നൊക്കെ നമ്മൾ R15 പറയും. അങ്ങനെ പറയുമ്പോഴും ചിലരെങ്കിലും അതിനെ നിരാകരിച്ചേക്കാം. ആ ഒരു നിരാകരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 150cc വണ്ടിയാണോ സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത്. കൂടാതെ ഒരു 1000cc ബൈക്കുകളൊക്കെ പറയുന്ന ആ ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള ഒരു നാമം നമ്മൾ ചെറിയ വണ്ടിക്ക് കൊടുക്കുന്നത് ഒരു ഒത്തിരി ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയ സൂപ്പർ ബൈക്കുകളുടെ ഒരു മിനിയേച്ചർ രൂപം എന്നൊക്കെ പറയാവുന്ന, മിനിയേച്ചർ എന്ന് പറയുന്നത് രൂപത്തിൻ്റെ കാര്യമല്ല, പക്ഷേ എന്നാലും വണ്ടിയുടെ ഒരു സൈസ് ചെറിയ സൈസുള്ള ഒരു സൂപ്പർ ബൈക്ക് എന്ന് തന്നെയാണ് R15 പറയുന്നത്. അതായത് 10-15 ലക്ഷം രൂപ കൊടുത്ത് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാൻ പാങ്ങില്ലാത്തവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു യമഹയുടെ കുഞ്ഞൻ സൂപ്പർ ബൈക്ക് എന്ന് തന്നെയാണ് R15 എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓടിക്കാൻ നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. കൂടാതെ ഈ ഒരു സൂപ്പർ ബൈക്കിൻ്റെ രൂപമുള്ള കുഞ്ഞൻ സ്പോർട്സ് ബൈക്കിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം 1,67,800 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ഡെയിലി. പല മോഡലുകൾക്കും പല വിലയാണ്. ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പ്രൈസാണത്. അത് സ്റ്റേറ്റുകളിലൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പോൾ നല്ല ഫൺ ഫാക്ടറുള്ള, നല്ല സ്ട്രീറ്റ് പ്രസൻസ് ഉള്ള നല്ല ഒരു വണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് R15 സ്ഥാനം. ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പവർ ടോർക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. കൂടാതെ വൈ കണക്ട് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് പല തരത്തിലാണ് ഉപയോഗപ്പെടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു RPMൽ ഷിഫ്റ്റ് ചെയ്യാനും കൂടാതെ റെഡ് ലൈൻ ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ നോക്കി ചെയ്യാമെന്നുള്ളത് ഒരു ഗുണമായിട്ട് പറയാം. കൂടാതെ സ്ട്രീറ്റ് മോഡിൽ വരുന്ന ആ ഒരു 6000 സ്റ്റാർട്ട് ചെയ്യുന്ന RPM, ആ ഒരു RPM 6000-6500 കഴിയുമ്പോൾ കിട്ടുന്ന മിഡ് റേഞ്ചിലെ സൗണ്ട്, അതായത് എഞ്ചിൻ സൗണ്ട് എന്ന് പറയുന്നത് മികച്ചൊരു സൗണ്ടാണ്. അപ്പോൾ തികച്ചും ഉത്തേജിപ്പിക്കുന്നൊരു സൗണ്ട് കൂടിയുണ്ട് R15-നും. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് മികച്ചൊരു ബൈക്ക് തന്നെ R15 V4 പറയാം, അതായത് വേർഷൻ 4 പറയാം. മാത്രമേ പറയുന്നുള്ളൂ. പതിപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുന്ന കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നല്ല നോട്ടിഫിക്കേഷൻ വെക്കുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുന്നത്, ലൈക്ക് ഷെയർ ചെയ്യണം, നമ്മുടെ വന്നാലും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.